ഒമാനിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട 59 പ്രവാസികളെ നാടുകടത്തും. നിയമവിരുദ്ധമായി സംഘം ചേരുക, പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഒമാൻ കോടതിയുടെ നടപടി. തടവ് ശിക്ഷയ്ക്ക് ശേഷമായിരിക്കും പ്രവാസികളെ സ്വദേശത്തേക്ക് തിരിച്ചയക്കുക. ബിദ്ബിദ് വിലായത്തിലെ സാൽ ഏരിയയിൽ കഴിഞ്ഞ ഡിസംബർ 25-നാണ് ഒരു കമ്പനിയുടെ ലേബർ ക്യാമ്പിന് സമീപം സംഘർഷം നടക്കുന്നത്. കലാപം, നാശനഷ്ടമുണ്ടാക്കൽ, പ്രകോപനം സൃഷ്ടിക്കൽ, പൊതുക്രമസമാധാനത്തെ തകർക്കാനുള്ള ഉള്ളടക്കം പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ശിക്ഷിക്കപ്പെട്ട 59 പ്രവാസി തൊഴിലാളികൾക്കെതിരെ ചുമത്തിയത്. ഒമാൻ ഫസ്റ്റ് ഇൻസ്റ്റന്റ് കോടതിയുടേതാണ് ശിക്ഷാവിധി. 3 മാസം മുതൽ 1 വർഷം വരെ തടവ്, ഇതിനുശേഷം നാടുകടത്തൽ, മൊബൈൽ ഫോൺ കണ്ടുകെട്ടൽ തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരായ ശിക്ഷയെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. കമ്പനിയുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സിന് സമീപം ഒത്തുകൂടി വാഹനങ്ങളും ടെന്റുകളും നശിപ്പിക്കുകയും സംഘർഷത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കുറ്റം. ഒമാൻ പോലീസും പബ്ലിക് പ്രോസിക്യൂഷനും നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കോടതിയുടെ വിധി. അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ട സംഘത്തോട് പിരിഞ്ഞു പോകാനും നശീകരണ പ്രവർത്തനങ്ങൾ നിർത്താനും പോലീസ് നിർദ്ദേശിച്ചെങ്കിലും പ്രതികൾ അനുസരിച്ചില്ല. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.